പണ്ടൊരു ആനയെ കാണാൻ ഉത്സവപ്പറമ്പിൽ പോകണമായിരുന്നു. മയിലിനെ കാണാൻ തിരുവനന്തപുരത്തെ മ്യൂസിയത്തും. ഇപ്പോൾ എല്ലാം വീട്ടുമുറ്റത്തുണ്ട്. ആനയും മയിലും മാത്രമല്ല, കരടിയും കാട്ടുപോത്തും കടുവയും പുലിയും എല്ലാം നാട്ടിലുണ്ട്. ഭീതി വിതച്ച് മനുഷ്യജീവൻ എടുക്കുന്നു. മുന്നിന്ന് മാറ ആളുകളുടെ മുന്നിന്ന് മാറ. അക്കരെ പോയാലും കിട്ടൂല, അത് പോയാൽ കിട്ടൂല. മുന്നിന്ന് മാറ ആളുകളുടെ മുന്നിന്ന് മാറ. വയനാട്ടിൽ ആനയും കടുവയും ഒക്കെ സ്ഥിരമായി നാട്ടിലിറങ്ങുന്നുണ്ടെങ്കിലും കരടി ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് അത്ര സാധാരണമായ കാര്യമല്ല. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ കുറുവദ്വീപിനടുത്തുള്ള പയ്യമ്പള്ളി മുട്ടങ്കരയിലെ ഒരു വീട്ടിലെ CCTVയിലാണ് കരടിയുടെ ദൃശ്യങ്ങൾ പതിയുന്നത്. അങ്ങനെയാണ് ഒരു കരടി വനത്തിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയെന്ന വാർത്ത പുറത്തുവരുന്നത്. വന്യമൃഗങ്ങൾ വയനാടിനെ വേട്ടയാടുന്നത് പുതുമയല്ല. ഭീതിതമായ ആക്രമണങ്ങൾ പലതും നടന്നതിന്റെ ചോരപ്പാടുണ്ട് ഈ ഭൂമിയിൽ. പക്ഷേ കരടി ഇറങ്ങുന്നത് പതിവല്ല. ഞായറാഴ്ച വൈകിട്ടാകുമ്പോഴേക്കും കരടി മാനന്തവാടി നഗരത്തിനടുത്തേക്ക് നീങ്ങി. വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിനടുത്തെ പല നാട്ടുകാരും കരടിയെ നേരിൽ കണ്ടു. പല CCTVകളിലും കരടിയുടെ ദൃശ്യങ്ങളും പതിഞ്ഞു. ഇതോടെ നാട്ടിലാകെ പരിഭ്രാന്തിയായി. വള്ളിയൂർക്കാവിനടുത്ത് വനപാലകരും പോലീസും ഒക്കെ തെരച്ചിൽ നടത്തിയെങ്കിലും കരടിയുടെ പൊടി പോലും ഉണ്ടായില്ല. പിന്നെ കരടി പൊങ്ങിയത് കുറച്ചുകൂടി അകലെ തോണിച്ചാലിലാണ്. ഇവിടെ ഒരു വീട്ടിലെ CCTVയിൽ നിന്ന് കരടിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചു. എടവക പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലും കരടിയുടെ സാന്നിധ്യമുണ്ടായി. ഇതോടെ കരടി തുടർച്ചയായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് വനം വകുപ്പിന് സ്ഥിരീകരിക്കാനായി. വെള്ളമുണ്ട പഞ്ചായത്തിലെ കൊമ്മയാട് മേഖലയിൽ കരടി എത്തിയത് ചൊവ്വാഴ്ച പുലർച്ചെയാണ്. കൊമ്മയാട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ അടുക്കള ഭാഗത്ത് കരടി വന്നു. പള്ളിയിലെ വികാരി ഫാദർ ബിനു വടക്കേലാണ് എന്നോടൊപ്പമുള്ളത്. അച്ഛൻ എന്താ സംഭവിച്ചത് ഇന്നലെ പുലർച്ചെ? ഇന്നലെ പുലർച്ചെ ഏകദേശം ഒരു 3:20 ആയിട്ടുണ്ടാവും. വലിയൊരു ഒച്ച കേട്ടു. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കം ഉണർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കിടക്കുന്ന മുറിയും കിച്ചണും തമ്മിൽ ഒത്തിരി ദൂരമുള്ളതുകൊണ്ട് വലിയ സൗണ്ടുകളൊന്നും കേട്ടില്ല. വലിയ ഒച്ച കൊണ്ടല്ലേ കേൾക്കുള്ളൂ. അതായത് വാതിൽ പൊളിയുന്ന ഒച്ചയായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ പിന്നീട് വലിയ ശബ്ദങ്ങളൊന്നും കേൾക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. അത് കഴിഞ്ഞ് പതിവ് പോലെ രാവിലെ വിശുദ്ധ കുർബാന, അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ വാതിലിൻ്റെ പകുതി പൊളിഞ്ഞ് പുറത്ത് കിടക്കുന്നതായിട്ട് കണ്ടു. പിന്നെ വാതിലിൻ്റെ അടുക്കളയിൽ എല്ലാം അലങ്കോലപ്പെടുത്തിയിരിക്കുന്ന ഒരു പഞ്ചസാര ഭരണി ഉണ്ടായിരുന്നു. അത് തട്ടി താഴെയിട്ടു. പഞ്ചസാര മുഴുവൻ ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വെളിച്ചെണ്ണ കുപ്പി ഉണ്ടായിരുന്നു. അത് ചില്ലുകുപ്പിയാണ്. അത് താഴെ വീണ് പൊട്ടിയിട്ടുണ്ട്. അത് മുഴുവൻ കുടിച്ചിട്ടുണ്ട്.
പിന്നെ അവിടെയൊക്കെ അത് ഇരുന്ന് നിരങ്ങിയതിൻ്റേതുമായ കുറേ പാടുകളുമൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ കണ്ടത്. അപ്പോൾ തന്നെ വനംവകുപ്പിനെ പോലീസിനെയൊക്കെ അറിയിച്ചു? രാവിലെ തന്നെ വനംവകുപ്പിനും പോലീസും ഒക്കെ അറിയിച്ചിരുന്നു. ഈ വാർഡ് മെമ്പറെ അറിയിച്ചിരുന്നു. അവർ എത്താമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഈ പ്രദേശത്തിന് കരടി ഉണ്ടായിരുന്നുകൊണ്ട് അവർ പറഞ്ഞത് അതിന് ശേഷം ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. ഇന്നലെ വൈകുന്നേരം വരെ അതിൻ്റെ പിന്നാലെ ആയതുകൊണ്ട് ആരും ഇങ്ങോട്ട് എത്തിയില്ല. പക്ഷേ വാതിലുകളൊക്കെ പുനഃസ്ഥാപിക്കേണ്ടതുള്ളതുകൊണ്ട് അതെല്ലാം എടുത്ത് മാറ്റുകയൊക്കെ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. അച്ഛൻ പറഞ്ഞതുപോലെ ഈ കരടി പല സ്ഥലത്തും ഈ വെളിച്ചെണ്ണയും പഞ്ചസാരയും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന സ്ഥിതിയുണ്ടായി. കൊമ്മയാട് പള്ളിയിലും അതുതന്നെയാണ് സംഭവിച്ചത്. വയനാടിനെ വിറപ്പിച്ച് കരടി ഇറങ്ങിയിട്ട് 2 ദിവസമായി. ജനവാസ മേഖലകളിലൂടെയാണ് ഈ വന്യജീവിയുടെ സഞ്ചാരം. അപകടം ഒഴിവാക്കാൻ പലവിധ ശ്രമങ്ങൾ നടന്നുവെങ്കിലും ഇതുവരെയും ഫലിച്ചില്ല. തിങ്കളാഴ്ച രാത്രിയായപ്പോഴേക്കും ഏറെ ദൂരം സഞ്ചരിച്ച് കരടി വെള്ളമുണ്ട പഞ്ചായത്തിലെ പീച്ചങ്കോട് മേഖലയിലെത്തിയിരുന്നു. ഇവിടെ ഒരു വീട്ടുകാർ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ കണ്ടത് കരടി അടുക്കളയിൽ നിന്ന് വെളിച്ചെണ്ണ കുപ്പിയും എടുത്ത് പുറത്തിറങ്ങിയതായിരുന്നു. ഉറച്ചുപോയ വെളിച്ചെണ്ണ കുപ്പിയിൽ നിന്ന് പുറത്തെടുക്കാൻ കല്ലിൽ കുപ്പി വെച്ച് അടിക്കുന്ന കരടിയെയാണ് വീട്ടുകാർ കണ്ടത്. ബഹളം വെച്ചതോടെ കരടി കുപ്പിയുമിട്ട് ഓടി മറഞ്ഞു. മുന്നിന്ന് മാറേ, ആളുകളുടെ മുന്നിന്ന് മാറേ. അക്കരെ പോയാലും കിട്ടൂല. അത് പോയാൽ കിട്ടൂല. അപ്പുറം പോയാൽ കിട്ടൂല. രാവിലെ ജനങ്ങൾ പുറത്തു പോകുന്നതും അതുപോലെ തന്നെ ഓഫീസിൽ പോകുന്നതും സ്കൂൾ പോകുന്ന കുട്ടികളടക്കമുള്ള ഒരു സമയത്തായതുകൊണ്ട് തന്നെ ജനങ്ങൾ തന്നെ ഒരു ഭീതിയിലാണ്. കരടിയാണെങ്കിലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വന്യമൃഗങ്ങളുടെ ശല്യം എന്തായാലും ജനങ്ങൾക്കൊരു ഭീഷണിയായിട്ട് തന്നെ നിൽക്കുന്നതുകൊണ്ട് തന്നെ കരടിയാണെങ്കിൽ തന്നെ അവർക്ക് ഒരു പേടിജനകമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ തോട്ടങ്ങളിൽ കൂടെ വരുമ്പോൾ തന്നെ ആളുകൾ ഇതിനെ കണ്ട് പേടിച്ച് ഉരുണ്ട് വീണ് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒപ്പം തന്നെ രാവിലെ 9-10 മണിയാകുമ്പോഴേക്കും തന്നെ ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരെല്ലാം എത്തി. ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ടേക്ക് ഓടിയത് നിങ്ങള്. ലെഫ്റ്റ് സൈഡിലത്തെ ആൾക്കാരുടെ ശബ്ദം കേട്ടപ്പോ റൈറ്റ് സൈഡിലോട്ട് പോയി. മുറ്റത്തേക്ക് ആ മരം നിൽക്കുന്നില്ലേ കളറ്, അതിന്റെ തൊട്ടപ്പുറം കാപ്പിയുടെ അപ്പുറത്തോടേക്കാണ്. അങ്ങോട്ടേക്കായിരുന്നു. അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി. അപ്പൊ ഞാൻ കൈകൊട്ടി അവരോട് കാണിച്ചു അതാ വരുന്നു. അപ്പൊ അവരെല്ലാരും കൂടി ഒച്ചയെടുത്തപ്പം ഇപ്പൊ അവര് പോകുന്നില്ല. ആ ചുവന്ന ഉടുപ്പിട്ട ആളില്ലേ അതിന്റെ കുറച്ച് താഴെ ചെന്നിട്ട് പിന്നെ അന്നേരം അതിങ്ങോട്ട് തിരിഞ്ഞ് ആ അരികിൽ കൂടി പോയി. താഴെ നിന്നവരാരാണേലും അവര് കണ്ടിട്ടുണ്ടാവും. മനുഷ്യജീവനെ ഒരു തരത്തിലും അലട്ടാത്ത വയനാട്ടിലെ ജനവാസ കേന്ദ്രങ്ങൾ പോലും ഇന്ന് ഭീതിയിലാണ്. പ്രതിസന്ധി മൂർച്ഛിക്കുമ്പോൾ ശാശ്വത പരിഹാരം ചോദ്യചിഹ്നമാകുന്നു. ഒരു കരടി പോലും വയനാടിനെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തുകയാണ്. അക്കരെ പോയാലും കിട്ടൂല. അത് പോയാൽ കിട്ടൂല. അപ്പുറം പോയാൽ കിട്ടൂല.
കരടി ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. ഇന്നലെ വെള്ളമുണ്ട പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലായിരുന്നു. വെള്ളമുണ്ട പഞ്ചായത്തിലെ കക്കടവിൽ നിന്നുള്ള കരടിയുടെ ദൃശ്യങ്ങളാണ് ഇന്നലെ വൈകിട്ട് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിൽ എത്തിച്ചത്. ഒരു തുരുത്തിൽ നിന്ന വയലിലൂടെ കരടി മുറിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ നമ്മളാണ് ആദ്യം ഈ കരടിയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിച്ചത്. അവിടെ ഈ കക്കടവ്, പാലയാണ, കരിങ്ങാരി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഇന്നലെ കരടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രിയോടെ കരടി പനമരം പഞ്ചായത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പനമരം പഞ്ചായത്തിലെ മാങ്കാണി തറവാട്ടിൽ ഇന്നലെ രാത്രി കരടി എത്തി. ഇവിടുത്തെ സ്റ്റോർ റൂമിൽ നിന്ന് പഞ്ചസാരയൊക്കെ എടുത്തുകൊണ്ടുപോയി. ഇവിടെയൊക്കെ പഞ്ചസാര തൂവിയിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ കാണുന്ന കെട്ടിടത്തിലാണ് ഇവരുടെ സ്റ്റോർ റൂം ഉള്ളത്. നിരവധി കുടുംബങ്ങളൊക്കെ താമസിക്കുന്ന തറവാടാണ്. ഈ സ്റ്റോർ റൂമിന്റെ വാതിൽ തകർത്താണ് കരടി ഇറങ്ങിയത്. എന്താ രാത്രി സംഭവിച്ചത്? ഇന്നലെ രാത്രി സംഭവിച്ചു വെച്ചാൽ ഞങ്ങൾ പുഴയിലേക്ക് പോയിട്ട് വരുന്ന സമയമായിരുന്നു. അപ്പോൾ ചെറുവലത്തു നിന്ന് ഒരു പോലീസുകാരൻ വിളിച്ചു, ഇങ്ങനെ കരടി ഇറങ്ങിയിട്ടുണ്ട്, നമ്മളെ തൊട്ടടുത്ത് നിങ്ങളുടെ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ആ വരുന്ന സമയത്ത് ലൈറ്റും ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ താഴെ നമ്മളെ സ്ഥലത്തിലെത്തുമ്പോൾ വീട്ടുകാരെല്ലാം കോളനിക്കാരെല്ലാം താഴെയുണ്ട്, ഇങ്ങോട്ട് കടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് തറവാട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ഇവിടുന്ന് മരുമോൻ വിളിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ എന്തൊരു സാധനം ഉണ്ട്, ഇങ്ങോട്ട് ആരും വരണ്ട, എനിക്ക് പേടിയാകുന്നു പറഞ്ഞിട്ട് കരയുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അമ്മാവനെ ഇവരൊക്കെ വന്നത്. അപ്പോൾ അങ്ങനെ വന്ന് നോക്കുമ്പോൾ വാതിലൊക്കെ തുറന്നു. ഈ വാതിലാണ് ഞങ്ങളുടെ പൂജാ റൂമാണ്. രണ്ടാമത്തെ മെയിൻ പൂജാ റൂം അവിടെയാണ്. രണ്ടാമത്തെ പൂജാ റൂമാണ് ഇത്. അത് തള്ളി തുറന്നു. അത് തള്ളി തുറന്നു. ഇവിടെ പഞ്ചസാരൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചെക്കനൊക്കെ എല്ലാവരുമാണ് വന്നത്. പിന്നെ അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാവരും വന്നു. പിന്നെ ഫോറസ്റ്റുകാരും മറ്റുള്ളവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി. ഇത് ഇങ്ങനെ വന്യമൃഗങ്ങളൊന്നും നമ്മളെ ഈ ഭാഗത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നമ്മുടെ ഈ പ്രദേശം എന്ന് വെച്ചാൽ ഞങ്ങളുടെ തറവാട്ടിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. കാരണം വെച്ചാൽ ഇങ്ങനെ കരടി ഇങ്ങനെ വരുന്നു പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ആക്രമണങ്ങളെ നേരിടേണ്ടി വരുന്ന ഇതൊക്കെ ദൃശ്യങ്ങളാണല്ലോ കാണുന്നത്. ആ ഒരു പേടിയാണ്ടാണ് ഇന്നലെ, അല്ലെങ്കിൽ ഈ കോളനിയിലുള്ള എല്ലാവരും ഇവിടെ എത്തുമായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് സ്ഥിതി. ഇന്നലെ രാത്രി സംഭവത്തിന് ശേഷം എല്ലാവർക്കും പുറത്തിറങ്ങാൻ പേടിയായിരുന്നു. ഇത് കുറിച്യ സമുദായത്തിന്റെ വലിയൊരു തറവാടാണ്. ഇവിടെ കുറച്ച് കുടുംബങ്ങളുണ്ട്. മറ്റ് തറവാട്ടിലെ അംഗങ്ങളൊക്കെ സമീപത്ത് തന്നെയുള്ള വീടുകളിലാണ് താമസം. അവരൊക്കെ വിവരമറിഞ്ഞ് രാവിലെ മാത്രമാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. കാരണം രാത്രി ആരും പുറത്തിറങ്ങേണ്ട എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. എന്തായാലും വലിയൊരു ഭീതിയാണ് ഇവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം ഉണ്ടായത്. കാരണം വന്യമൃഗശല്യം ഒന്നുമില്ലാത്തൊരു പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിൽ കരടി വന്ന് വീടിനകത്തെ മുറിയിൽ നിന്ന് പഞ്ചസാര എടുത്തുകൊണ്ടുപോയത്. ഇന്നലെ രാത്രി പനമരം പഞ്ചായത്തിലെ പല സ്ഥലങ്ങളിലും കരടിയെത്തി. കാരക്കാമല, ചേരിയങ്കൊല്ലി ഭാഗങ്ങളിലാണ്. രാവിലെ മാങ്കാണി കുറിച്യ തറവാട്ടിൽ കരടിയെത്തി പഞ്ചസാര പാത്രം എടുത്തുകൊണ്ടുപോയ വാർത്ത നമ്മൾ കൊടുത്തതാണ്. അതിന് പിന്നാലെയാണ് ആ തറവാട്ടിൽ നിന്ന് മുകളിൽ റോട്ടിലേക്ക് വരുന്ന വഴിക്കുള്ള ഒരു കടയിൽ കരടിയെത്തിയ വിവരം അറിയുന്നത്. എന്താ ഇവിടെ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് ഇത് ഞാൻ വരുമ്പോൾ അതിരാവിലെ വരുമ്പോൾ കട തുറക്കാൻ വരുമ്പോൾ ഞാനൊരു പ്രതീക്ഷിക്കുന്നില്ല. അപ്പം നിങ്ങൾ എന്നോട് വഴി ചോദിച്ചു, ഞാൻ താഴെ പറഞ്ഞു തന്നു. അത് വന്നിട്ട് ഇത് കാണുമ്പോൾ എനിക്കാകെ ബേജാറായിപ്പോയി. കാരണം ഇതൊക്കെ പൊളിച്ച് മറച്ചിട്ട് ഇതാ ഈ വാതില് ഇതിങ്ങനെ പൊളിച്ച് പൂട്ടിയിട്ട് വെച്ചതാണ്. അപ്പം ഇത് ഞാൻ രാവിലെ വന്നപ്പോൾ ദൈവമേ ഇതെന്ത് കഥയാന്ന് വെച്ചത്. അപ്പം നോക്കുമ്പോണ്ട് അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റും മുഴുവൻ വാരി വിതറി. എന്ത് സാധനം വാരി വിതറി? അതായത് ഇവിടെ ഉള്ളി, സവാള, തക്കാളി, അതുപോലെ തന്നെ ഈ നമ്മുടെ ജ്യൂസുകൾ അതൊക്കെ വാരി വിതറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ എന്തൊക്കെ ഇങ്ങനെ ചവറ പോലെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളാകെ പെട്ടെന്ന് കണ്ടപ്പോൾ എൻ്റെ ഇതിൻ്റെ ഉള്ളിലത്തെ സാധനം പോയോ, കള്ളം കയറിയെന്ന് ചോദിച്ചു. അപ്പം നോക്കുമ്പോൾ കള്ളനാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുമായിരുന്നു. പക്ഷെ ഇതെന്താ അതിന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇതിലാന്ന് തോന്നുന്നു. അത് അതിനാവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് പോയത്. ഈ ചുമരോ ഇതൊക്കെ അത് പൊളിച്ചതായിരുന്നു. ചുമരിന്റെ കട്ട ഇളക്കിയിട്ടുണ്ട്. ഇത് ഇളക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇത് പറ്റിയിട്ടുണ്ട്. വാതിലെ പൊളിച്ച് തള്ളിയിട്ടാണ് കയറിയത്. എന്തായാലും ഈ പഞ്ചസാരയും ഭക്ഷണ സാധനങ്ങളൊക്കെ തേടി കരടി യാത്ര തുടരുകയാണ്. ഈ മാങ്കാണി തറവാട്ടില് രാത്രി 10 മണിയോടെ കയറി എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ആ തറവാട്ടിലെ അംഗം തന്നെയാണ്, പേര് സോമശേഖരേട്ടന്റെ കടയാണ്. വാതില് പൊളിച്ച് കട്ടയൊക്കെ പൊളിച്ച് അകത്ത് കയറി സാധനങ്ങളൊക്കെ വെതറിയിട്ടിട്ടുണ്ട്. ആദ്യം കള്ളം കയറിയതാണെന്ന് വിചാരിച്ചത്. പിന്നെയാണ് ഈ കരടി ഇതിലെ പോയി എന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ അടുത്തൊക്കെ കാൽപ്പാടുണ്ട്. കരടി തന്നെയാണ് എന്തായാലും കടയിൽ കയറിയത് എന്നാണ് സോമേട്ടൻ ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത്. സാധനങ്ങളൊക്കെ വാരി വെതറിയിട്ടിട്ടുണ്ട്.
അപ്രതീക്ഷിതമായി കാടിറങ്ങിയ വന്യതയുടെ നടുക്കത്തിലാണ് സാധാരണ ജനങ്ങൾ. ഇന്നലെ രാത്രി 10 മണിക്ക് ഞങ്ങൾ കിടന്നു, ലൈറ്റൊക്കെ ഓഫായി കിടന്നു. കെട്ടിയാൻ വേഗം ഇറങ്ങി. പിന്നെ ഞാനിങ്ങനെ കണ്ണടഞ്ഞ് വരുമ്പോൾ കഥകിനിട്ട് 3-4 തട്ട്. അപ്പം ഞാൻ വിചാരിച്ചു കസേരയിൽ ഇങ്ങനെ പൂച്ചയൊക്കെ വന്ന് ഇരിക്കുന്നതാണ്. അതായിരിക്കും വിചാരിച്ച് നോക്കുമ്പോൾ വല്ലാണ്ട് ശക്തിയിലിരിക്കുന്നു. ഞാൻ വേഗം കെട്ടിയാനെ വിളിക്കാണ്ട് വേഗം എണീറ്റ് പുറത്തൊക്കെ ലൈറ്റിട്ട് മുൻപിലിട്ട് കർട്ടനെ മാറ്റി നോക്കുമ്പോൾ ഉണ്ട് ഇങ്ങനെ മുറ്റത്ത് ഇറങ്ങിപ്പോന്ന്. ചവിട്ടിയൊക്കെ പിരിച്ചത് അതൊക്കെ കുഴച്ചിട്ടിട്ട് ഇറങ്ങിപ്പോന്നു. എൻ്റെ കെട്ടിയ കഥ തുറക്കാൻ നോക്കി, ഞാൻ സമ്മതിച്ചിട്ടില്ല പേടിച്ചിട്ട്. അല്ല, രാത്രി തന്നെ എല്ലാവരും വിളിച്ചു പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു. കുറേ ചെക്കന്മാർ വന്നു. അവര് രാത്രിയൊക്കെ വന്നല്ലോ. അവര് രാത്രിയൊക്കെ വന്നു അന്വേഷിച്ചിട്ട് പോയി. ഇല്ല, ഒന്നും ആക്കിയിട്ടില്ല. ഇത് മുട്ടിന് മാത്രം പേടിച്ചിട്ട്. ആദ്യമായിട്ട് കാണുന്ന സാധനം. കാരയ്ക്കാമലയിൽ നിന്ന് കരടി പനമരം ടൗണിനടുത്തേക്ക് നീങ്ങി. പുലർച്ചെ ജോലിക്കിറങ്ങിയ പലരും കരടിയെ കണ്ട് ഭയന്ന് നിലവിളിച്ചു. ഈ രാവിലെ എങ്ങനെയാണ് ഇത് അറിഞ്ഞ് നിങ്ങൾ നോക്കിയത്? ഉണ്ടെന്നുള്ളൊരു വിവരം കിട്ടിയോ? ഇല്ല, വിവരം കിട്ടിയില്ല. ഞാൻ പിന്നെ നിസ്കരിക്കാൻ പോകും, ഒരാൾ പോകുമല്ലോ. അപ്പോൾ 5 മണിക്ക് നടക്കാൻ പോകുമ്പോൾ എൻ്റെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞ് വാട്സപ്പ് നോക്കുക പറഞ്ഞു. അപ്പോൾ ഒരു വോയിസ് നമ്മളെ ഫ്രണ്ടിൻ്റെ സന്തോഷിൻ്റെ കരടി ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച റൂമറായിരിക്കും. അതിൻ്റെ പിറ്റേന്ന് എൻ്റെ തലേന്ന് ആനണ്ട് ആളെല്ലാം പോയി നോക്കി. ഞങ്ങൾ പോലീസുകാരെല്ലാം പോയി നോക്കിയതാണ്. അപ്പോൾ ആനൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച പിന്നെ അതും തരികടിയായിരിക്കും. ഇങ്ങനത്തെ ഇപ്പോൾ റൂമർ പറയുമല്ലോ. ഞാൻ ഒന്ന് വേഗം CCTV ചെക്ക് ചെയ്യാൻ വെച്ചിട്ട് പേടി തുറന്നിട്ട് CCTV ചെക്ക് ചെയ്ത്. അപ്പോൾ ഏകദേശം ഒരു 3-3:30 മണിയാണ് പറഞ്ഞത്. അപ്പോൾ 3:30 മണി മുതൽ ഫുള്ളങ്ങ് ചെക്ക് ചെയ്ത്. അപ്പോൾ 3:59 കറക്റ്റ് ഇങ്ങനെ പോകുന്നുണ്ട് റോഡിൽ കൂടെ. നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. പോയിട്ട് തൊട്ട മുന്നിൽ വീട്ടിലങ്ങ് കയറിയത്. കയറിയിട്ട് ഒരു മിനിറ്റ് ഞാൻ വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും ഇട്ട് പന ടൗണിലേക്ക് തന്നെ പോയത്. അവിടെ പിന്നെ നമ്മൾ TV-ൻ്റെ അതിലുള്ളൂ, റേഞ്ചുള്ളൂ. അല്ല, കൺഫേം ആയി സംഗതി സത്യമാണെന്നുള്ളത് കൺഫേം ആയി. ഞാൻ വേഗം 6 മണിക്ക് നമ്മളെ സുഹൃത്താണ് പിന്നെ ഫോറസ്റ്റ് സ്റ്റീഫൻ ഉണ്ട്, അവനെ വിളിച്ച് പറഞ്ഞ് ഉടൻ തന്നെ ഒരു ഏകദേശം അരമണിക്കൂർ തന്നെ ഒരു ഫോറസ്റ്റ് ടീം മൊത്തം എടുത്തി അവരാണ് വെടുപ്പെല്ലാം ചെക്ക് ചെയ്യുന്നത്. പിന്നെ ആകെ ഒരു ഗുണം കിട്ടിയത് അപകടമൊന്നും പറ്റിയില്ല ഇതുവരെ. ആവാതിരിക്കട്ടെ. ഫോറസ്റ്റും പോലീസും വളരെ സഹകരണമാണ്. അതാണ് നാട്ടുകാരെ നിലക്ക് എനിക്ക് പറയാനുള്ളത്. പനമരം പുഴയോരത്തെ കടയിലെ CCTV-യിലാണ് കരടിയുടെ ദൃശ്യങ്ങൾ അവസാനമായി പതിഞ്ഞത്. പുഴയോരത്തുകൂടി വനമേഖലയിലേക്ക് കരടി നീങ്ങിയിട്ടുണ്ടാകാമെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ്. പനമരം മേഖലയിലാണ് ഇന്ന് പുലർച്ചെയൊക്കെ കരടി ഉണ്ടായിരുന്നത്. കരടി കാട് കയറി എന്നൊക്കെയാണ് നിഗമനം. അങ്ങനെയാണ് വനംവകുപ്പും കരുതുന്നത്. പക്ഷേ എങ്കിലും പനമരം മേഖലയിൽ വലിയ രീതിയിലുള്ള ഭീതിയുണ്ട്. കാരണം ഇന്ന് പുലർച്ചെ ഈ ഭാഗത്താണ് കണ്ടത്. ആളുകൾ ഇന്നും പുറത്തിറങ്ങാനൊക്കെ പേടിയുണ്ട്. പ്രത്യേകിച്ച് ഈ മറ്റ് വന്യജീവികളെ പോലെയല്ല, വീടിനകത്തേക്ക് അടുക്കളയിലേക്കൊക്കെ കയറുന്ന ഒരു സ്വഭാവമാണ് ഈ കരടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണിച്ചത്. അത് ആളുകളെ വലിയ രീതിയിൽ ഭയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മനുഷ്യന് നേരെ അക്രമ സ്വഭാവമൊന്നും കാണിച്ചില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വന്യജീവി തന്നെയാണ്. അതിങ്ങനെ വീട്ടിലേക്കൊക്കെ വന്ന് കയറുന്നു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച വലിയ പേടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഇന്ന് രാത്രിയും കാട് കയറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആളുകളുടെ ആശങ്കയ്ക്ക് വലിയ കുറവൊന്നും ഉണ്ടാകില്ല. 50 കോടി രൂപയാണ് കേരളത്തിലെ മുഴുവൻ വന്യമൃഗശല്യവും പരിഹരിക്കാൻ വനം വകുപ്പ് കഴിഞ്ഞ ബഡ്ജറ്റിൽ നീക്കിവെച്ച തുക. ആ 50 കോടിയെ 14 ജില്ലയിലേക്ക് നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ വയനാട് ജില്ലയ്ക്ക് എത്ര കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 1,20,00,000 രൂപ വേണം 1 കിലോമീറ്റർ കൽമതിൽ നിർമ്മിക്കാൻ. ഞങ്ങൾക്ക് കിട്ടുന്നത് ഒരു വർഷം 3 മുതൽ 4 കോടി വരെ കിട്ടിയ 4 കിലോമീറ്റർ കൽമതിൽ നിർമ്മിക്കാനാണ് ആ ജില്ലയിൽ കഴിയുക. ആ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഉള്ളത്. അപ്പോൾ എന്ത് സമീപനമാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഈ വിഷ്വൽ കാണിക്കുന്നത്, എനിക്ക് ആ വിഷ്വൽ കാണുമ്പോൾ വയനാട്ടിലെ വേറൊരു അവസ്ഥ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ കാണിക്കുന്ന വിഷ്വലിൽ ഈ കടുവയെ തെരഞ്ഞോ കരടിയെ തെരഞ്ഞോ പോകുന്ന ഫോറസ്റ്റുകാരുടെ കയ്യിൽ ഒരു ലാത്തി മാത്രമേ കാണുള്ളൂ. വേറെ ഒന്നും കാണാൻ നിങ്ങൾക്ക് പറ്റില്ല. ചിലപ്പോൾ ഒരു ഷീൽഡ് കൂടെ ഉണ്ടാവും.
എത്ര എക്യുപ്പൈഡ് ആണ് നമ്മളുടെ ഫോറസ്റ്റ് വകുപ്പ് എന്നുള്ളത് ഈ ഫോറസ്റ്റ് മന്ത്രിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. വയനാട്ടിൽ ഉറക്കം കെടുത്താൻ ഒരു പുതിയ അതിഥി കൂടി കാടിറങ്ങിയെത്തി. ആരെയും ഉപദ്രവിച്ചില്ല എന്നത് ആശ്വാസം. ആനയും പുലിയും കടുവയും പന്നിയും മാത്രമല്ല, ഇനി കരടിയെയും സൂക്ഷിക്കേണ്ടി വരുമ്പോൾ ജീവൽ സുരക്ഷയ്ക്ക് എന്താണ് പോംവഴി? വനവും നാടും ഒന്നാകുമ്പോൾ എന്താണ് മലയോരത്തെ രക്ഷിക്കാനുള്ള ശാസ്ത്രീയമായ പരിഹാരം? ആ ഉത്തരമാണ് എങ്ങുമില്ലാത്തത്.